29ാമത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. ഈ മേള എല്ലാവർക്കും ഒരു മികച്ച ദൃശ്യാനുഭവം പകർന്നു നൽകി എന്നതിൽ അഭിമാനിക്കാം. ഇവിടെ പ്രസ്താവിച്ചതുപോലെ സ്ത്രീപക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇത്തവണത്തെ മേള കൂടുതൽ ശ്രദ്ധേയമായത്. ഇതിൻ്റെ ഉദ്ഘാടന ചടങ്ങിൽ ആദരിക്കപ്പെട്ടത് ഹോങ്കോങ് സംവിധായികയായ ആൻ ഹൂയിയും ഇന്ത്യൻ അഭിനേത്രിയായ ഷബാന ആസ്മിയുമാണ്. സ്പിരിറ്റ് ഓഫ് സിനിമ പുരസ്കാരം പായൽ കപാഡിയക്കാണ് ലഭിച്ചത്. ആകെ പ്രദർശിപ്പിച്ച 177 സിനിമകളിൽ 40-ൽ പരം ചിത്രങ്ങൾ വനിതാ സംവിധായകരുടേതായിരുന്നു. മേളയുടെ സിഗ്നേച്ചർ ഫിലിമിലൂടെ ആദരിക്കപ്പെട്ടത് മലയാളത്തിലെ ആദ്യ നായികയായ PK റോസിയാണ്. സ്ത്രീപക്ഷ കാഴ്ചപ്പാട് ഉയർത്തിപ്പിടിച്ച ഈ മേള ഐക്യത്തിൻ്റെയും ഒരുമയുടെയും വേദിയായി കൂടി മാറി എന്നത് ഏറെ സന്തോഷം പകരുന്ന കാര്യമാണ്. ഈ മേളയെ വലിയ ഹിറ്റാക്കി മാറ്റിയത് ചലച്ചിത്ര ആസ്വാദകരുടെ അഭൂതപൂർവമായ പങ്കാളിത്തവും നിർലോഭമായ സഹകരണവുമാണ്. നിങ്ങൾ ഓരോരുത്തരോടും സംസ്ഥാന സർക്കാരിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു. ചലച്ചിത്രങ്ങളുമായി വന്ന് മേളയെ സമ്പന്നമാക്കിയ എല്ലാ ചലച്ചിത്ര പ്രവർത്തകരെയും അഭിനന്ദിക്കട്ടെ. മേളയുടെ ഭാഗമായുള്ള പുരസ്കാരങ്ങൾക്ക് അർഹരായ ഏവരെയും അഭിനന്ദിക്കാൻ കൂടി ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഈ മേളയിൽ നിന്നും ലഭിച്ച അംഗീകാരങ്ങളും സ്വീകാര്യതയും കൂടുതൽ മികവുറ്റ ചിത്രങ്ങളുമായി വീണ്ടും വരാൻ നിങ്ങൾക്ക് പ്രചോദനമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അടിച്ചമർത്തപ്പെട്ടവരുടെയും ദുരിതമനുഭവിക്കുന്നവരുടെയും അവകാശങ്ങളോടൊപ്പമാണ് ഈ ചലച്ചിത്രമേള നിലകൊണ്ടത് എന്നതിന് നിരവധി ദൃഷ്ടാന്തങ്ങളുണ്ട്. മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ട ചിത്രങ്ങളുടെ പട്ടികയിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. ഭരണ സംവിധാനത്തിൻ്റെ അടിച്ചമർത്തലുകൾക്ക് വിധേയരായ സംവിധായകരുടെ ചിത്രങ്ങൾ ഈ മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. ജാഫർ പനേഹി തിരക്കഥയൊരുക്കിയ ദ വിറ്റ്നസ് എന്ന ചിത്രം ആ നിരയിലുള്ളതാണ്. വനിതകളുടെ അവകാശ പോരാട്ടങ്ങൾ പ്രമേയമാക്കിയ സീഡ്സ് ഓഫ് എ സേക്രഡ് ഫിഗ് പോലെയുള്ള ചിത്രങ്ങളും ഈ മേളയിലുണ്ടായി. ക്യൂർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച യങ് ഹാർട്ട്സ്, എമീലിയ പെരേസ് എന്നീ ചിത്രങ്ങളും മേളയിലെ ശ്രദ്ധേയമായ ചിത്രങ്ങളായിരുന്നു. പാരിസ്ഥിതിക വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ച വില്ലേജ് റോക്ക് സ്റ്റാർസ് 2 പോലെയുള്ള ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. മൂന്നാം ലോക രാജ്യങ്ങളിലെ സാമൂഹ്യ, സാമ്പത്തിക, സാംസ്കാരിക, വൈയക്തിക വിഷയങ്ങളെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കാൻ ഈ മേളയിലൂടെ കഴിഞ്ഞു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. മേളയിലെ ഒട്ടുമിക്ക ചിത്രങ്ങളും നിറഞ്ഞ സദസ്സിലാണ് പ്രദർശിപ്പിക്കപ്പെട്ടത് എന്നത് മേളയുടെ ജനപങ്കാളിത്തത്തിൻ്റെ തെളിവാണ്. മനുഷ്യൻ്റെ ആന്തരിക സംഘർഷങ്ങളെയും മനുഷ്യർ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങളുടെയും ദൃഷ്ടാന്തങ്ങളായ നിരവധി ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കപ്പെട്ടത്. അത് കൃത്യമായ രാഷ്ട്രീയ ബോധമുള്ള പുതുതലമുറക്ക് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരാനുള്ള വലിയ പ്രചോദനമായി തീരുമെന്ന പ്രതീക്ഷ പങ്കുവെക്കുന്നു.